വിപ്രോയിൽ നമ്മൾ ഓൾമോസ്റ്റ് 20% മുകളിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫ്രൈഡേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വിപ്രോയിൽ ഒരു പൊസിഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് നമ്മളത് എക്സിറ്റ് ചെയ്തു. രാവിലെ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, നമ്മൾ എടുത്ത എൻട്രി അതുപോലെ തന്നെ നമ്മൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തതിനായിട്ട് കുറച്ചധികം കാര്യങ്ങളാണ്. ഓൾമോസ്റ്റ് നമുക്ക് 1:11 10 മുകളിൽ 6 കിട്ടിയൊരു സൂപ്പർ ട്രേഡ് ആയിരുന്നു. ലൈവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ചിരുന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും മാർക്കറ്റ് അവറിൽ നമ്മൾ ലൈവ് പോകുന്നുണ്ട്. ഇനി സൂൺ കമ്മ്യൂണിറ്റി മാർക്കറ്റിലോട്ട് നമ്മളത് എത്തുന്നതായിരിക്കും. അപ്പം അവിടെ നമ്മൾ ഒരുമിച്ചെടുത്തൊരു ട്രേഡ് ആയിരുന്നു ഇത് വിപ്രോയുടെ. ഇവിടെ കുറച്ചധികം നേരം സസ്റ്റെയിൻ ചെയ്ത് നിന്നപ്പോഴത്തേക്കാണ് ഇഫ് ഇറ്റ് സസ്റ്റെയിൻ അബവ് 514 റേഞ്ച്, അതായത് 514 മുകളിൽ കുറച്ചധികം നേരം അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെന്റ് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 510 റേഞ്ചിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പുഷ് ചെയ്ത് 530 ആയിരുന്നു നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. എടുത്തതിനുള്ള മെയിൻ കുറച്ച് റീസൺസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടായിരുന്നു. ഫസ്റ്റ് വൺ, നമുക്ക് ബി ബി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു പുഷാണ് അത് തരാൻ പോകുന്നത്. ബി നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ 50 EMA നമുക്ക് സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രണ്ട് കൺഫർമേഷൻ അല്ലാതെ തന്നെ നമുക്കറിയാം മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ്, മാർക്കറ്റിന്റെ ടോട്ടൽ ഓവറോൾ ട്രെൻഡ് എന്താണ്, കറന്റ് ട്രെൻഡ് എന്താണ്, കറന്റ് ട്രെൻഡിൽ ഇത് എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ഡീറ്റെയിൽഡ് വ്യൂ പ്രൈസ് ആക്ഷനിലൂടെ ലഭിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 20% പ്ലസ് 45,000 മുകളിൽ നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് കുറെ അധികം ട്രേഡ്സ് ഒന്നും ചെയ്യേണ്ട, ഒരു സിംഗിൾ ട്രേഡ് മാത്രം മതി നമ്മളെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനി എപ്പോഴൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷൻ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി, ഇതാണ് മെയിൻലി വരുന്ന ഇൻഡെക്സുകൾ നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് സേ ഒരു സ്റ്റോക്ക് നിഫ്റ്റി 50 അത് ഏത് മൂവ്മെന്റ് ആണ് തരുന്നത്, ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, ഇല്ല ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ്, അത് നിഫ്റ്റിയുമായിട്ട് ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് വിപ്രോ നോക്കിയപ്പോഴത്തേക്ക് നിഫ്റ്റി IT പോയി ചെക്ക് ചെയ്തു. വിപ്രോയും നിഫ്റ്റി ITയും ഏത് രീതിയിലാണ് പോകുന്നത്, ഹാൻഡ് ടു ഹാൻഡ് സൂപ്പർ ആയിട്ടായിരുന്നു പോകുന്നത്. നിഫ്റ്റി എന്താണ്, നല്ല ബുള്ളിഷാണ് ഇപ്പൊ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബേസിസിലായിരുന്നു ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ട്രേഡ് എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ലൈവ് കാണാം. ബൈ.